തിരുവനന്തപുരം കിളിമാനൂരിൽ 52കാരന്റെ മരണത്തിൽ അറസ്റ്റിലായത് മകനാണ്. സംശയമുന്നയിച്ച ബന്ധുക്കളുടെ പരാതിയിലാണ് പോലീസ് നടപടി. വാഹനാപകടത്തിൽ പരിക്കേറ്റെന്ന് പറഞ്ഞാണ് ഹരികുമാറിനെ ചികിത്സയ്ക്കെത്തിച്ചത്. രാഹുൽ ജി നാഥുണ്ട് വിശദാംശങ്ങളുമായി. രാഹുൽ, അപകടത്തിൽ പരിക്കുപറ്റിയെന്ന് പറഞ്ഞ് മകൻ തന്നെയാണോ ആശുപത്രിയിൽ എത്തിച്ചത്? ഇത് മകൻ അച്ഛനെ മർദ്ദിച്ചു കൊന്നു എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ടോ? അനശ്വര, നിലവിൽ ഇപ്പോൾ മകൻ പോലീസ് കസ്റ്റഡിയിലാണ്. കൂടുതൽ ചോദ്യം ചെയ്യൽ നടക്കുകയാണ്. എന്തായാലും ജനുവരി 15-ാം തീയതിയാണ് ഇത്തരത്തിൽ മകനും അച്ഛനും തമ്മിൽ, ഹരികുമാറും മകൻ ആദിത്യയും തമ്മിൽ ഒരു വാക്കുതർക്കം ഉണ്ടാകുന്നത്. പണമിടപാടുമായി ബന്ധപ്പെട്ട തർക്കമായിരുന്നു. തർക്കം ഒടുവിൽ മർദ്ദനത്തിൽ കലാശിച്ചു. ആ ഘട്ടത്തിൽ തന്നെ അച്ഛൻ മുഖമിടിച്ച് നിലത്ത് വീഴുകയായിരുന്നു. തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചു. തലയ്ക്ക് ക്ഷതമേറ്റിട്ടുണ്ട് എന്ന് ആശുപത്രി ജീവനക്കാർ അറിയിക്കുന്നു. ആ ഘട്ടത്തിലൊക്കെയും നാട്ടുകാരോടുമൊപ്പം ആശുപത്രി ജീവനക്കാരോടും പറഞ്ഞിരുന്നത് വാഹനാപകടത്തിൽ ഉള്ള പരിക്കാണ് എന്ന തരത്തിലാണ് ഇരു കൂട്ടരെയും പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത്. ശേഷം ഇന്ന് രാവിലെ മരണം സംഭവിക്കുന്നു. മരണം സംഭവിക്കുമ്പോൾ ഒരു ബന്ധു തന്നെയാണ് ഇത്തരത്തിൽ സംശയമുണ്ടായി പോലീസിൽ പരാതി നൽകുന്നത്. പരാതി നൽകിയതിന് പിന്നാലെയാണ് പോലീസ് അന്വേഷണത്തിൽ ഇത്തരത്തിൽ തർക്കമുണ്ടായി. അതിനുശേഷം മർദ്ദനമേൽക്കുന്നു. അങ്ങനെയാണ് ഈ അപകടം ഉണ്ടായെന്ന് പോലീസ് മനസ്സിലാക്കുന്നത്. ശേഷം ആദിത്യ കൃഷ്ണൻ എന്ന മകനെ പോലീസ് നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിലവിൽ പോലീസിന്റെ പ്രാഥമിക നിഗമനം ഇത്തരത്തിൽ മർദ്ദനമേറ്റതിന്റെ ഭാഗമായി തന്നെയാണ് ഈ മുറിവുകളും അതിനുവേണ്ടിയുള്ള ചികിത്സയ്ക്കാണ് ഇദ്ദേഹം ആശുപത്രിയിൽ പോയതെന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. എന്തായാലും കൂടുതൽ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിക്കുമോ ഇല്ലെന്നുള്ള കാര്യമുണ്ട്. ഒപ്പം പോലീസിന്റെ നിഗമനങ്ങളും തെളിവും ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും പോലീസ് പ്രാഥമികമായി പറയുന്നത് മകൻ ഈ കുറ്റം ചെയ്തു എന്നത് തന്നെയാണ്. എന്തായാലും കൂടുതൽ ചോദ്യം ചെയ്യൽ നടക്കുകയാണ്. അതിനുശേഷം കൂടുതൽ വ്യക്തത ഉണ്ടാകും. അനശ്വര.